ഉണങ്ങിയ ഈന്തപ്പഴം കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം? ആരോഗ്യത്തിന് ഈന്തപ്പഴം ഏറെ ഗുണകരമാണ്. ഈന്തപ്പഴം തന്നെ പലതരത്തിൽ ലഭിക്കും. പച്ചയും പഴുത്തതും ഉണങ്ങിയതുമെല്ലാം തന്നെ ലഭിക്കും. ഉണങ്ങിയ ഈന്തപ്പഴത്തിന് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയാണ്. ഇതിൽ ജലാംശം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് കട്ടിയിൽ ഉള്ളത്. ഇതിനാൽ ഏറെക്കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാം. ധാരാളം ഊർജം, വൈറ്റമിനുകളും ധാതുക്കളുമെല്ലാം അടങ്ങിയ ഒന്നാണിത്. നാരുകളും പ്രോട്ടീനുകളും അടങ്ങിയ ഇതിൽ കാൽസ്യം, വൈറ്റമിൻ സി എന്നിവയും ഉണ്ട്. ഇത് ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ്. ഹൃദയ ആരോഗ്യത്തിന് ഗുണകരമാണ്. ഉണങ്ങിയ ഈന്തപ്പഴം കുറവ് കൊളസ്ട്രോൾ അടങ്ങിയ ഇത് പൊട്ടാസ്യം സമ്പുഷ്ടമാണ്. സോഡിയം കുറവാണ്. ഇത് ഹൃദയത്തിന് ഗുണം നൽകുന്നു. BP കുറയ്ക്കാൻ സഹായിക്കുന്നതിലൂടെയാണ് ഇത് അയൺ സമ്പുഷ്ടമാക്കുന്നത്. ഇതിലെ അയൺ രക്തത്തിലെ HB ലെവൽ ഉയർത്തുന്നു. മാത്രമല്ല രക്തത്തിലേക്ക് ഓക്സിജനെ എത്തിക്കുകയും ചെയ്യുന്നു. ഇതും ഹൃദയാരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്. എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് ഉണങ്ങിയ ഈന്തപ്പഴം. ഇതിൽ സെലനിയം, മാംഗനീസ്, കോപ്പർ എന്നിവയാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. സെലനിയം രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു. പ്രമേഹ രോഗികൾക്ക് മിതമായി കഴിക്കാവുന്ന മധുരമാണ് ഇതിലുള്ളത്. ഇതിനാൽ തന്നെ ഇവർക്കുണ്ടാകുന്ന ക്ഷീണം മാറ്റി ഊർജം പ്രദാനം ചെയ്യാനും സാധിക്കുന്നു. ഇതിലെ വൈറ്റമിൻ B5 ചർമ്മകോശങ്ങൾക്ക് ആരോഗ്യം നൽകാൻ സഹായിക്കുന്നു. വയറിൻ്റെ ആരോഗ്യത്തിനും കുടൽ ആരോഗ്യത്തിനും മികച്ച വഴിയാണ് ഉണങ്ങിയ ഈന്തപ്പഴം. ഇതിലെ നാരുകൾ നല്ല ദഹനത്തിന് വഴിയൊരുക്കുന്നു. മലബന്ധം നീക്കാൻ ഇത് സഹായിക്കുന്നു. ഗർഭിണികൾക്കും സുരക്ഷിതമായി കഴിക്കാൻ സാധിക്കുന്ന ഒരു പഴമാണ് ഇത്. കാൽസ്യം സമ്പുഷ്ടമായ ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് മികച്ചതാണ്. ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ഇത്. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഏറ്റവും മികച്ച വഴിയാണ് ഉണങ്ങിയ ഈന്തപ്പഴം. ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹനത്തെ കൃത്യമാക്കുകയും ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. തടി കൂടാതെ ശരീരത്തിന് ആരോഗ്യകരമായ തൂക്കവും രക്തപ്രസാദവും നിലനിർത്താൻ ഇത് വളരെയേറെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ.